ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ആക്ച്വലി ഞാനിപ്പോൾ കോർണിഷ് ബീച്ചിലാണ്. ചൂടാണ്, പക്ഷെ ഇവിടെ ബീച്ചിൽ നമുക്ക് എന്താ പറയുക, ഈ ഏരിയയിൽ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഫാമിലി ബീച്ചാണ്. കൂടുതൽ നോക്കിയാലും ഫാമിലീസാണ്. ഒരു പ്രത്യേക സുഖമാണ് ഈ ഒരു ടൈമിൽ വന്നിട്ട് ഇങ്ങനെ ബീച്ചിൽ വന്ന് നിൽക്കാനായിട്ട്. മാത്രമല്ല ഇതൊരു വീക്കെൻഡ് അല്ലേ. വീക്കെൻഡിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വരുമ്പം, എസ്പെഷ്യലി ബീച്ചിൽ വരുമ്പം നമുക്കൊരു പ്രത്യേക റിലാക്സേഷനാണ്. നോക്കി ഇപ്പോൾ കുട്ടികളുമായിട്ടൊക്കെ കൂടുതലും ഫാമിലീസ് എല്ലാം സ്പെൻഡ് ചെയ്യുന്നൊരു ബീച്ചാണ്. അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിനും. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കണ്ടോ? ഞാൻ ഒരാളെ കാണിച്ചു തരാം. എന്താണ് വായി നോക്കി വരുന്നത്? ബീച്ചല്ലേ, വായി നോക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അതിനാണല്ലേ തനിയെ വിട്ടത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അബുദാബി ബീച്ചിലാണ്, അബുദാബി കോർണിഷ് ബീച്ചിലാണ്. ഇതൊരു ഫാമിലി ബീച്ചാണ്. ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മെയിൻലി ഇവിടുത്തെ ബീച്ചുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിര കുറവാണ്, തിരയില്ല, കാറ്റാണ്, ചെറിയൊരു കാറ്റും. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇന്നൊരു വീക്കെൻഡ് ദിവസം ആയതുകൊണ്ട്, വീക്കെൻഡ് അല്ല, ഇന്നൊരു സൺഡേ ആണ്, നാളെ ഓഫീസിൽ പോകണം. നാളത്തെ സ്ട്രെസ്സ് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് ബീച്ചിലൊക്കെ ഒന്നൊന്ന് എൻജോയ് ചെയ്ത് പോകാമെന്നുള്ളൊരു മോഡാണ്. ആ മോഡിൽ ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഞങ്ങൾ വന്നത് എത്ര മണിയായപ്പോൾ നമ്മൾ വന്നത് ഒരു 6 മണിയല്ല, ഇതിന് മുന്നേ നമ്മൾ വന്ന് ഞാൻ പുറത്തിറങ്ങി. നല്ല ചൂടായിരുന്നു, പക്ഷേ തീ കാറ്റും ഹ്യൂമിഡിറ്റിയും. പക്ഷേ നമുക്കത് അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന്, ഇവിടെ അടുത്ത് തന്നെ ഒരു മിന എന്ന് പറഞ്ഞൊരു മാർക്കറ്റുണ്ട്. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മളത് കാണിക്കാം. നമ്മൾ ആ മിന മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു 6 മണിയായി. ഓക്കെ ആയിട്ടുള്ള ക്ലൈമറ്റാണ്, പക്ഷെ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. പക്ഷേ കൊള്ളാം, നല്ലൊരു വൈബ്. ഇനിയിപ്പോൾ ഒരു 2 months ഒക്കെ കഴിയുമ്പം വിൻ്റർ തുടങ്ങും. അപ്പോൾ ഇവിടെ വേറൊരു വൈബാണ്. അതും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രത്യേകിച്ച് ബീച്ചിൽ ഇങ്ങനെ നടക്കാൻ ഒരു രസമാണ്. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇവിടെ അവിടെ ഒരു റെഡ് ഫ്ലാഗ് കണ്ടോ? അത് ലൈഫ് ഗാർഡിൻ്റെ ആണത്. റെഡ് ഫ്ലാഗ് മീൻസ് നമുക്ക് കടലിൽ ഇറങ്ങിക്കൂടാം, അതാണ് അവർ മീൻ ചെയ്യുന്നത്. ഗ്രീൻ ആണെങ്കിൽ നമുക്ക് ഇറങ്ങാം. നോർമലി ഒരു ടൈം കഴിയുമ്പോൾ, അതായത് ഒരു ഈവനിങ് ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് ഫ്ലാഗ് റെഡ് ആക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു ടൈം, ഒരു ഈവനിങ് ആയി കഴിഞ്ഞാൽ മെയിൻലി കടലിൽ ഇറങ്ങാൻ പറ്റില്ല. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, നല്ല കാറ്റുണ്ടായിരുന്നു, മുടി ഇങ്ങനെ പറന്നു പോവാണ്. ഇത് കണ്ടപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന അതൊരു ഹോട്ടലാണ്. നമ്മൾ അവിടേക്ക് ഇനി പോകുന്നുണ്ട്. അപ്പം നമുക്കിനി കുറച്ച് സമയം നമുക്ക് അബുദാബി ബീച്ച് എക്സ്പ്ലോർ ചെയ്യാം. ബീച്ചിലെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ നല്ല ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ സമയം എത്രയായി? സമയം 7 മണിയായിട്ടുണ്ട്. കണ്ടോ, അമ്പിളിമാമനെ കാണുന്നുണ്ട്, ചന്ദ്രനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഫുള്ള് ആ ഒരു ലൈറ്റും അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. നമ്മുടെ ബീച്ച് പ്ലാൻ ചെയ്യുന്ന അവസാനിച്ചത് എവിടെയാണ് കേട്ടോ? ഫുഡ് ക്ലാസിക് റെസ്റ്റോറൻറ്റ്, മദീന സൈഡിലുള്ള ക്ലാസിക് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ബീച്ച് പ്ലാൻ ചെന്ന് അവസാനിച്ചത്. കാര്യം നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെയുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ഭയങ്കര ഹ്യൂമിഡിറ്റി, നിൽക്കാൻ പറ്റുന്നില്ല. പ്രതീക്ഷ പോലെയല്ല, ചെന്ന സമയത്ത് നല്ല കാറ്റായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ആ ഭാവം മാറി, നല്ല ചൂട്. അയ്യോ, വിയർത്ത് ഭയങ്കരമായിട്ട് ടയേർഡായി. നല്ല ചൂട്, ഹ്യൂമിഡിറ്റി നല്ല കൂടുതലാണ്. അപ്പം ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. അപ്പം
നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആ ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.